Hi friends, traders. ഏറ്റവും ഡിഫെൻസീവ് ഇൻഡസ്ട്രി എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഫാമയും ഐ.ടിയുമാണ് കഴിഞ്ഞ 18 മാസം ഏറ്റവും കൂടുതൽ കറക്റ്റ് ചെയ്തത്. ഫാമ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിൾ റീസൺസ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ത്യൻ ഫാമ കമ്പനികളുടെ ഏറ്റവും ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് US മാർക്കറ്റാണ്. ഇന്ത്യൻ ഫാമ കമ്പനികൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നതും US ജനറിക് മാർക്കറ്റിലാണ് അവർ ബേസിക്കലി പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ കഴിഞ്ഞ 2022 ഡേറ്റ പ്രകാരം ഇന്ത്യയുടെ US എക്സ്പോർട്സിൻ്റെ 34-35% ഫാമ പ്രൊഡക്ട്സ് ആണ്. ഇത്രയും വോളറ്റൈൽ മാർക്കറ്റായിട്ട് പോലും കഴിഞ്ഞ ഒരു കൊല്ലം 1.5 കൊല്ലമായിട്ട് ഫാമ എക്സ്പോർട്സ് ടു US എന്ന് പറയുന്നത് 2% ഇൻക്രീസ് സംഭവിച്ചത്. US എന്താ സംഭവിക്കുന്നത്? US പോസ്റ്റ് കോവിഡ് ഇൻഫ്ലേഷൻ 3 times ആണ് കൂടിയിരിക്കുന്നത്. വിലക്കേൻ്റെ ഭയങ്കരമായിട്ട് കൂടി. ഇന്ത്യൻ ഫാമ ഇൻഡസ്ട്രിയിലെ കമ്പനികൾ ബേസിക്കലി US ഫോക്കസ് ചെയ്യാൻ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൈസിങ് പവർ. അവർക്ക് US ബെസ്റ്റ് പ്രൈസസ് കിട്ടുന്നതുകൊണ്ട് തന്നെ അവരുടെ നെറ്റ് പ്രോഫിറ്റ്, അവരുടെ എല്ലാ ഓവർഹെഡ് എക്സ്പെൻസസും അവർക്ക് മീറ്റ് ചെയ്ത് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നെറ്റ് പ്രോഫിറ്റ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിരുന്നു ഈ അടുത്ത കാലം വരെ. രണ്ടാമത്തെ കാര്യം US മാർക്കറ്റ് ചെയ്യണമെങ്കിൽ US FDA അപ്രൂവൽ വേണം. US FDA അപ്രൂവലിൻ്റെ ബേസിൽ US മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് ഒരു പ്രത്യേക ബ്രാൻഡ് ഇമേജ്, ഒരു പ്ലസ് ബ്രാൻഡ് ഇമേജ് ഉണ്ടായിരുന്നു. ഈ ബ്രാൻഡ് ഇമേജ് വെച്ചാണ് അവർ ബാക്കിയുള്ള മറ്റുള്ള മാർക്കറ്റിൽ അവർക്ക് പ്രൈസിങ് പവർ, അവർക്ക് പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നത്. ഇപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ US ജനറിക് മാർക്കറ്റിൽ പ്രൈസിങ് പവർ വീക്കായി. കാര്യം കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ത്യൻ ഫാമ ഇൻഡസ്ട്രിയിലെ കമ്പനികൾ ഫേസ് ചെയ്യുന്ന ബിഗസ്റ്റ് ഇഷ്യൂ ഈ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, അതിൻ്റെ കോസ്റ്റ് ഇൻക്രീസ്, എസ്കലേറ്റ് ചെയ്ത കോസ്റ്റ് ഇൻക്രീസ് US ജനറൽ മാർക്കറ്റിൽ അവർക്ക് റിലേറ്റീവായിട്ട് പ്രൈസിൽ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കാതെ വന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം കോമ്പറ്റീഷൻ ഹൈലി ഇൻറ്റൻസിഫൈ ചെയ്തു. ഇതാണ് ഫസ്റ്റ് ഫാക്ടർ. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് പ്ലേസ് ചെയ്യാനായിട്ടുള്ള കമ്പനികളുടെ ഇന്നബിലിറ്റി ബിക്കോസ് ഓഫ് ഹ്യൂജ് ഇൻഫ്ലേഷൻ ഇഷ്യൂ ഇൻ US. രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഹ്യൂജ് ഇൻക്രീസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ്. 3 ടൈപ്പ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അല്ലേ? ഒന്ന് സീ റൂട്ടാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, പിന്നെ എയറാണ്, പിന്നെ ഇൻലൻഡ് ട്രാൻസ്പോർട്ടേഷൻ ലൈക്ക് റെയിലുണ്ട്, ട്രക്കുണ്ട്, ഇതൊക്കെ ഇൻലൻഡ് ട്രാൻസ്പോർട്ടേഷനാണ്. ലേറ്റസ്റ്റ് ഡേറ്റ വെച്ച് ഏഷ്യ ടു നോർത്ത് അമേരിക്കൻ വെസ്റ്റ് കോസ്റ്റിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ, സീ റൂട്ട് ട്രാൻസ്പോർട്ടേഷൻ 40 feet കണ്ടെയ്നറിൻ്റെ നവംബർ മാസത്തിൽ ഇറ്റ് വാസ് സംതിങ് അറൗണ്ട് $1,424 ആയിരുന്നു. ആക്ച്വലി കഴിഞ്ഞ കൊല്ലത്തെ Q4, ഇക്കൊല്ലത്തെ Q1 ഈ റേറ്റ് ഇറ്റ് വാസ് സംതിങ് മോർ ദാൻ $2,500. അവിടെ നിന്നാണ് കുറേയൊക്കെ റേറ്റ് താഴത്തേക്ക് വന്നത്. ബട്ട് സ്റ്റിൽ പ്രീ കോവിഡ് റേറ്റിനെക്കാട്ടിലും സ്റ്റിൽ ഇപ്പോഴും റേറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ ഏഷ്യ നോർത്ത് അമേരിക്കൻ ഈസ്റ്റ് കോസ്റ്റ് റേറ്റ്സ് എന്ന് പറയുന്നത് $3,471-3,500. സ്റ്റിൽ ഇറ്റ് ഈസ് അപ്പ് ബൈ 53% കമ്പയർഡ് ടു പ്രീ കോവിഡ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം എന്തുമാത്രം റേറ്റ്സ് ഷൂട്ടപ്പായെന്ന്. എയർ കാർഗോ റേറ്റും 2-3 times ഷൂട്ടപ്പായ എയർ കാർഗോ റേറ്റ് ഈ അടുത്ത കാലത്തൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇൻലൻഡ് ട്രാൻസ്പോർട്ടേഷനിലും ലോറി ട്രാൻസ്പോർട്ടേഷനിലും അല്ലെങ്കിൽ റെയിൽ ട്രാൻസ്പോർട്ടേഷനിലും US സംഭവിക്കുന്നത്. ക്രൂഡിൻ്റെ പ്രൈസ് ഷൂട്ടപ്പ് ചെയ്ത സമയത്തൊക്കെ ക്രൂഡിൻ്റെ പ്രൈസ് ഇപ്പോഴും സ്റ്റെബിലൈസ് ആയിട്ടില്ല. ഇതെല്ലാം ഭയങ്കരമായിട്ട് ട്രാൻസ്പോർട്ടേഷനിൽ റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ കമ്പനികൾക്ക് പ്രൈസിങ് പവർ US വീക്കായി, അതിനോടൊപ്പം തന്നെ കമ്പനികളുടെ ഓവർഹെഡ് എക്സ്പെൻസസ് ഭയങ്കരമായിട്ട് ഷൂട്ടപ്പായി. മൂന്നാമത്തെ വിഷയം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കമ്പനികൾക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ചെറിയ കമ്പനികൾ അവരും ഇതേ സിമിലർ ഇഷ്യൂസാണ് ഫേസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് റോ മെറ്റീരിയൽ പല കമ്പനികൾക്കും കറക്റ്റ് ടൈമിൽ എത്തിക്കാൻ സാധിച്ചില്ല. ഈ റോ മെറ്റീരിയൽ കറക്റ്റ് എത്തിക്കാത്ത ഇഷ്യൂ കൊണ്ട് തന്നെ വലിയ കമ്പനികളിലെ പ്ലാൻ യൂട്ടിലൈസേഷൻ 100% അച്ചീവ് ചെയ്യാൻ സാധിക്കാതെ വന്നു. ഓവർഹെഡ് എക്സ്പെൻസസ് ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്യുകയും പ്ലാൻ യൂട്ടിലൈസേഷൻ 100% താഴെ പോവുകയും ചെയ്ത സമയത്തിനോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസും പ്രൈസിങ് പവറിലെ വീക്ക്നെസ്സുമാണ് കമ്പനികൾ ഫാമ കമ്പനികൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ഇന്ന്. പക്ഷേ കമ്പനികൾക്ക് ഒരു പ്ലസ് പോയിൻ്റ് കിട്ടി. റുപ്പി പാരിറ്റിയിൽ റുപ്പി ഒന്ന് ഡിപ്രീഷിയേറ്റ് ചെയ്യും, ഡോളറിൻ്റെ പ്രൈസ് കൂടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കമ്പനികൾക്ക് US ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനീസ് കുറേ ഡോളറിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടി. അതൊരു പരിധിവരെ അവരുടെ നഷ്ടത്തിനെ ഒന്ന് കുറയ്ക്കാൻ സഹായിച്ചു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കോവിഡ് സ്പ്രെഡാകത്തില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് നമുക്ക് സംസാരിക്കാം. ആസ് പെർ ദി ഇൻഡസ്ട്രി റിപ്പോർട്ട്സ്
ആസ് പെർ ദി ഇൻഡസ്ട്രി അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം യു എസിലെ ഇൻഫ്ലേഷൻ ഒന്ന് കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ 2023 സെക്കൻഡ് ഹാഫ് ആകണം. അതുവരെ ഇന്ത്യൻ കമ്പനീസ്, ഫാർമ കമ്പനീസ് മാർജിൻ പ്രഷറിലായിരിക്കും. ഇൻഡിവിജ്വൽ പെർഫോമൻസസ് കൊണ്ട് തന്നെ ചില കമ്പനികൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയേക്കാം ഈ സമയം കൊണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യു എസിലെ ഇൻഫ്ലേഷൻ തിരിച്ചൊരു 4%, 5%ലേക്ക് തിരിച്ചു വരുന്ന വരെ ഇന്ത്യൻ ഫാർമ ഇൻഡസ്ട്രീസ് നാച്ചുറലി യു എസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾ ദേ വിൽ ബി അണ്ടർ മാർജിൻ പ്രഷർ. അതുപോലെ തന്നെ ക്രൂഡിൻ്റെ സ്റ്റെബിലിറ്റി വളരെ അത്യാവശ്യമാണ് ട്രാൻസ്പോർട്ടേഷൻ റേറ്റ്സ് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട്. ഇത്രയും ഫാക്ടേഴ്സാണ് ഇന്ത്യൻ ഫാർമ ഇൻഡസ്ട്രിയെ ഇൻ ജനറൽ പറയാനാണെങ്കിൽ കഴിഞ്ഞ 15-18 മാസമായിട്ട് മാർജിൻ പ്രഷറിലേക്കും നെറ്റ് പ്രോഫിറ്റ് ഇറോഷനിലേക്കും ഫൈനലി സ്റ്റോക്ക് പ്രൈസ് ഹ്യൂജ്ലി താഴെ പോകുന്നതിനും ലീഡ് ചെയ്ത ഘടകങ്ങൾ ശരിക്കും. നമ്മളിപ്പോൾ ഈ ആഴ്ച മാർക്കറ്റ് ഭയങ്കരമായിട്ട് താഴെ പോയല്ലേ, എന്നിട്ട് പോലും ഫാർമ സ്റ്റോക്സിൽ വലിയ ഗ്രോത്തൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. സാധാരണ കോവിഡ് വരുന്നു, മാർക്കറ്റ് താഴെ പോകുന്നു, അപ്പോൾ ഫാർമ സ്റ്റോക്സ് ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്യുന്നുണ്ടല്ലേ. പക്ഷേ അങ്ങനത്തെ ഒരു വിസിബിലിറ്റി ഒന്നും നമ്മൾ മാർക്കറ്റിൽ ഇതുവരെ കണ്ടിട്ടില്ല. കാര്യം റിയൽ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെയാണ്. വേറെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ് കൃഷ്ണകുമാർ പലുഷ് ഫ്രം Eqtfx.